മയിലുകളെയൊന്നും ഇപ്പൊ കാണിക്കാറില്ലല്ലോ എന്ന് ഒരാൾ ചോദിച്ചായിരുന്നു. എന്നും കാണിച്ചാൽ ബോറടിക്കില്ലേ, അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. എന്റെ വീട്ടിലെ പോരാളി ഇന്നലെ ഇവിടെ നിന്ന് ഊരി ചുറ്റാൻ പോയതാണ് കേട്ടോ. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ വരും. അതിനു മുന്നേ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടിൽ കറി ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടേ. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ബീൻസ് തോരൻ. പക്ഷെ അമ്മ ഇവിടെ ഇല്ലാത്ത ദിവസം ഈ ബീൻസ് മാത്രമേ എന്റെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവൂ. ഈ വള്ളിയിലും ചെടിയിലേക്ക് കിടക്കുന്ന പച്ചക്കറി വർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ വെട്ടിക്കൂട്ടി എടുത്തിട്ട് തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് തോരൻ ഉണ്ടാക്കുന്നൊക്കെ ആരാണോ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? ഒരു കണക്കിന് അവരതൊക്കെ കണ്ടുപിടിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഞാനൊക്കെ പെട്ടുപോകൂലായിരുന്നോ. ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സിയിൽ ചതയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. തേങ്ങയൊന്നും എല്ലാം കൈകൊണ്ട് ഇങ്ങനെ മിക്സി എടുക്കുന്നതായിരിക്കും നല്ലത്. ദേണ്ട ഈ ആണൊരുത്തൻ കുറെ നേരമായിട്ട് എന്റെ മീൻകുളത്തിന്റെ അടുത്ത് നിന്ന് കറങ്ങുവാണ് കേട്ടോ. എന്റെ മീനുകളൊക്കെ അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണോ ആവോ? എന്റെ കിഡ്നി ചോദിച്ചാൽ ഞാൻ നിനക്ക് ഒരെണ്ണം തരും. അല്ല അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. എന്നാലും എന്റെ മീൻകുളത്തിൽ നിന്ന് ഒരു മീനിനെ പോലും ഞാൻ തരൂല. എന്തായാലും ഇത്രടമരം ഒന്നും വന്നേല്ലേ, എന്നാ പിന്നെ തുറന്ന് അവരോടൊന്ന് കൗശലം കൗശലമല്ലോ കുശലം പറഞ്ഞിട്ട് പോട്ടോ. എന്തായാലും എന്റെ മീനുകളൊന്നും എന്നെ ചതിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ട് എല്ലാ മീനുകൾക്കും കുഞ്ഞുങ്ങളായിട്ടോ. അയ്യോ പാവം ചെയ്തോട്ടി, ഒരു അക്രമവും കാണിക്കാണ്ട് ദേണ്ട അമ്മയുടെ മടി കയറി ഇരിക്കുന്നൊന്നും ചിന്തിക്കരുതേ. 2-3 മീനിനെ പിടിച്ചെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു അവള്. അങ്ങോട്ട് മാറിയില്ല വെച്ചാൽ വലുതാകുമ്പോൾ എനിക്ക് കറി വെച്ച് കഴിക്കാനുള്ളതാണ്. ഈ മൈലച്ച ഇപ്പൊ കേട്ടിക്കൊണ്ടിരിക്കുന്നത് 3 പ്രാവശ്യം കേട്ടോ. മിക്കവാറും യുവമാരെല്ലാം കൂടെ എന്നെ കൊണ്ട് റേഷൻ കട വാടകയ്ക്ക് എടുപ്പിക്കും. ശീതൂട്ടി ഐസ്ക്രീമിൽ നിന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണൂലല്ലേ എന്റെ വീട്ടിലെ പോരാളി ദേ ഇങ്ങ് എത്തിയിട്ടുണ്ടെന്ന്. അമ്മ എന്തോന്നാണ് ഈ കച്ചിലെ പുച്ചില പറയണെന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ വയ്യ മക്കളെ, ഭയങ്കര വെയിലെന്നാണ്. ഈ വർഷത്തെ റബ്ബർ വെട്ട് നിർത്തിസ്ഥിതിക്ക് ഇനി ഒന്ന് വിശ്രമിക്കാന്നും പറഞ്ഞ് അച്ഛൻ ഇവിടെ കിടപ്പുണ്ടേ. ദൈവം ഇനി അങ്ങോട്ട് പട്ടിണിയാണ്. അപ്പം ഉടുപ്പിടാതെ വന്ന എന്റെ വീടുകളിൽ പോലും നിന്നെ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഓടിപ്പോയി ഉടുപ്പിട്ടുണ്ടെന്നിട്ട് ഐസ്ക്രീം കഴിക്കുവാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ പോലെ തന്നെ ഗുണ്ടുമണിയായിട്ടുള്ള 2 മുളക് ബജി എനിക്ക് മേടിച്ചു വന്നിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് വെയിൽ ഇങ്ങനെ കത്തിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള മുളക് ബജി കൂടെ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എന്റെ അമ്മേ. ശീതുട്ടി അവളുടെ ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞിട്ട് എന്റെ മുളക് ബജി വേണമെന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ടിരിപ്പുണ്ടേ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വൈകുന്നേരം ആയപ്പോൾ ഞാനും മോനും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ്. ഇച്ചിരി മീനും പച്ചക്കറിയൊക്കെ മേടിക്കണം കേട്ടോ. അമ്മ വന്നപ്പോൾ മേടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും മോനും കൂടെ ഒന്ന് പോയിട്ട് മേടിക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി മീൻ റെസിപ്പി ആയിരിക്കും. കാത്തിരിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.